അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാർ, രാജ്യത്തിൻ്റെ വിവിധ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്നായി മൂന്ന് ദിവസത്തെ വിജ്ഞാന വിരുന്നിനായി എത്തിച്ചേർന്നിരിക്കുകയാണ് നാം എല്ലാവരും. വിവിധങ്ങളായ സെഷനുകളിലൂടെ അനവധി അറിവുകൾ കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിച്ചു. ഈ സെഷനിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വ്യതിരേകതയും പ്രാധാന്യവും ചർച്ച ചെയ്യുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പണ്ഡിതോചിതമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, ധൈഷണിക നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രമുഖർ നിങ്ങളുമായി സംവദിക്കും. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളെന്ത് എന്ന് കൃത്യമായി തിരിച്ചറിയുന്നവരും തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഒരുപാട് മുസ്ലിം സംഘടനകൾ, സാമൂഹിക കൂട്ടായ്മകൾ, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇവരിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായി നിന്നുകൊണ്ട് എന്താണ് പറയാനുള്ളത് എന്ന് നാം അറിയേണ്ടതുണ്ട്. മുസ്ലിം സമൂഹത്തിൻ്റെ സർവതോന്മുഖമായ വികാസത്തിനും വളർച്ചയ്ക്കും അടിപ്പടവ് പണിത ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി ഘടകം സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം. കേരളക്കരയിൽ അനവധി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഞങ്ങളുടെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ് എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പറയുകയും, എന്നാൽ പല സന്ദർഭങ്ങളിലും അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തങ്ങളുടേതായ ലാഭങ്ങൾക്ക് വേണ്ടി ഖുർആനിനെയും സുന്നത്തിനെയും വികലമാക്കി അവതരിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനുമെല്ലാം ശ്രമിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം
അതിൻ്റെ 1-ാം തീയതി മുതൽ തന്നെ മലയാളി സമൂഹത്തോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലേക്കും തിരുനബിയുടെ ചര്യയിലേക്കും നിങ്ങൾ തിരിച്ചു വരിക എന്നാണ്. വിശ്വാസപരമായ വ്യതിയാനങ്ങളിൽ നിന്ന്, സാംസ്കാരിക വ്യതിയാനങ്ങളിൽ നിന്ന്, കർമ്മപരമായ വൈകല്യങ്ങളിൽ നിന്ന് ഒരു സമൂഹം രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിയിലേക്ക് മുസ്ലിം സമൂഹത്തിന് നടന്നെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ചു. അന്ധവിശ്വാസങ്ങളിലും അത്യാചാരങ്ങളിലും മുഴുകിയിരുന്ന ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആനിലേക്ക്, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലേക്ക്, അത് ജീവിത മാർഗരേഖയായി സ്വീകരിക്കുന്നതിലേക്ക് നിരന്തരമായ ഉണർത്തലുകളുടെ ഭാഗമായി വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സവിശേഷത. പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും തിരുനബിയുടെ ചര്യയുമാണ് എന്ന് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന പൗരോഹിത്യത്തെയും ആ പൗരോഹിത്യത്തെ അന്ധമായി വിശ്വസിക്കുന്ന പൊതുജനങ്ങളെയും തങ്ങളുടെ പ്രമാണം വിശുദ്ധ ഖുർആനും തിരുനബിയുടെ ചര്യയുമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഈ നീണ്ട കാലയളവിലെ പ്രബോധനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെട്ടിരുന്ന ആളുകൾ പോലും പ്രമാണമെന്നാൽ ഖുർആനും സുന്നത്തുമാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വളർന്നിരുന്നില്ല. ഏതെങ്കിലും അറബിയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികളിൽ അതിൽ മുഴുകി അതുമാത്രമാണ് പ്രമാണം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് പ്രമാണങ്ങളിലേക്ക് ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ മുജാഹിദ് പ്രസ്ഥാനം കഠിനാധ്വാനം ചെയ്തത്. വിശ്വാസപരമായി അനവധി വൈകല്യങ്ങൾ, വൈകൃതങ്ങൾ ഈ സമൂഹത്തിലുണ്ടായിരുന്നു. പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ആരാധിക്കുന്ന മനുഷ്യർ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് സഹായം ചോദിക്കുന്ന മനുഷ്യർ, മക്ബറകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റിയ മനുഷ്യർ, ഇങ്ങനെയുള്ള മനുഷ്യരോട് ഏകദൈവ ദർശനത്തിൻ്റെ, തൗഹീദിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ബോധ്യപ്പെടുത്തുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ കഠിനാധ്വാനം ചെയ്തു. ഈ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി വിശ്വാസ വൈകൃതങ്ങളിൽ നിന്നവർ ക്രമേണ മോചിതരാവുകയും സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മേഖലകളിലെല്ലാം തന്നെ നവോത്ഥാനത്തിൻ്റെ വഴിവെട്ടുവാൻ മുന്നോട്ട് വരികയും ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ധൈഷണികമായ ഇടപെടലുകൾ നിമിത്തമാണ് മലയാളി സമൂഹം ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് വളർന്നതെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയുവാൻ കഴിയും. കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാന ചരിത്രം രേഖപ്പെടുത്തിയ, മുസ്ലിങ്ങളുടെ വികാസത്തെയും വളർച്ചയെയും കുറിച്ച് പഠിച്ച ചരിത്രകാരന്മാരും അക്കാദമിക് വിദഗ്ധരുമെല്ലാം തന്നെ കേരള മുസ്ലിം ഐക്യ സംഘത്തിൻ്റെയും മക്തിത്തങ്ങൾ മുതൽ വക്കം മൗലവി മുതൽ താഴോട്ടുള്ള മഹാരഥന്മാരായ നവോത്ഥാന നായകന്മാരുടെ കഠിനാധ്വാനവും പരിശ്രമങ്ങളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. KM സീതി സാഹിബിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്.
KM മൗലവിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, EK മൗലവിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓരോ പ്രസ്ഥാനങ്ങളായിരുന്നു അവരെല്ലാം. ഒറ്റയായ പ്രവർത്തനങ്ങൾ, കൂട്ടായ നീക്കങ്ങൾ, ഈ സമൂഹത്തിൻ്റെ രോഗമറിഞ്ഞുകൊണ്ടത് ഭേദപ്പെടുത്തുവാൻ വേണ്ടി, ചികിത്സിക്കുവാൻ വേണ്ടി ബുദ്ധിപരമായി നീങ്ങിയതിൻ്റെ ഗുണഫലങ്ങളാണ് ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം ഇന്ന് എത്തിയിട്ടുള്ളത് കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഉന്നതമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നാണ്, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്നാണ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന്, മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, മറ്റു പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്ന് മുസ്ലിം കുട്ടികൾ അഭിമാനത്തോടുകൂടി ഇറങ്ങി വരുന്ന നയനാനന്ദകരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതിനെക്കുറിച്ച് സാമൂഹിക വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നവർ, കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ, മുസ്ലിം സമൂഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്നവർ ഒക്കെ അഭിമാനത്തോടു കൂടിയാണ് എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിലുണ്ടായൊരു മാറ്റമല്ല ഇത്. നിരന്തരമായ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്, മഹാരഥന്മാരുടെ വിയർപ്പിൻ്റെ ഫലമാണ്, നവോത്ഥാന നായകന്മാരുടെ വിശ്രമമില്ലാത്ത അധ്വാനത്തിൻ്റെ ഫലങ്ങളാണ് ഇന്ന് നാം കണ്ണിറയെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രം വീണ്ടും വീണ്ടും നാം വായിക്കേണ്ടതുണ്ട്. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തെ വികലമാക്കുവാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും അങ്ങനെയാണ്. കാലം കുറെ കഴിയുമ്പോൾ ചരിത്രത്തിൻ്റെ മേൽ കൈവെക്കാൻ വേണ്ടി ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കും. ചില ചരിത്രങ്ങൾ ചിലരെ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കും. ആ ചരിത്ര സത്യങ്ങളെ തമസ്കരിക്കുവാനും ആ ചരിത്ര സത്യങ്ങളെ വികലമാക്കുവാനും അത്തരം പരിഹാസ്യരായ സമൂഹങ്ങൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും. യാഥാസ്ഥിക വിഭാഗങ്ങൾ, ആ കാലഘട്ടത്തിലെ യാഥാസ്ഥിതിക വിഭാഗങ്ങളുടെ പുത്തൻ തലമുറകൾ ഇന്നത്തരം നവോത്ഥാന ചരിത്രത്തെ വികലമാക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചരിത്രകാരന്മാരെ വരെ വാടകയ്ക്കെടുത്തുകൊണ്ടാണ് ചരിത്ര നിർമ്മിതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ചരിത്ര കയ്യേറ്റങ്ങൾ ഇവിടെ നടന്നാലും കേരള മുസ്ലിങ്ങളുടെ ആധികാരികമായ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റികളിലും അത് തിസീസുകളായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ സമഗ്രമായ വളർച്ചയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, അക്കാദമിക് പഠനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. എങ്കിലും നവോത്ഥാനത്തെ സ്നേഹിക്കുന്ന, മുസ്ലിങ്ങളുടെ വളർച്ചയെയും വികാസത്തെയും കുറിച്ച് ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും ചരിത്ര കയ്യേറ്റങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിദ്യാർത്ഥികളായ നിങ്ങൾ അത്തരം ചരിത്ര കയ്യേറ്റങ്ങളെ പിടികൂടുകയും യഥാർത്ഥ ചരിത്രം കാമ്പസുകളിൽ, വളർന്നു വരുന്ന തലമുറകളിൽ പ്രസരിപ്പിക്കുവാനുള്ള ധൈഷണികമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒട്ടേറെ സവിശേഷതകളുണ്ട്. നിങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്, അതിൻ്റെ ആദർശം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ആദർശമാണ്. ലോകത്ത് മതമെന്തെന്ന് പറഞ്ഞു തരാൻ, പഠിപ്പിച്ചു തരാൻ പടച്ച റബ്ബ് നിയോഗിച്ച പ്രവാചകന്മാർ എന്താണോ ഈ സമൂഹത്തിൽ പറഞ്ഞത്, പഠിപ്പിച്ചത്, അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഉപഘടകങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണോ പ്രവാചകന്മാർ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്, പ്രവാചകന്മാർ നിയോഗിച്ചിട്ടുള്ളത്? ആ സത്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടിയാണ്, സത്യത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനവും അതിൻ്റെ ഉപഘടകങ്ങളുമെല്ലാം നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ വിശ്വാസ വൈകല്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മക്ബറകൾ, ഖബറാരാധനകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ സൃഷ്ടികളെ ആരാധിക്കുന്ന മനുഷ്യർ കൂടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് പിടിവിട്ട മനുഷ്യരെയാണ് ദൗർഭാഗ്യവശാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മനുഷ്യരെ അള്ളാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന
വലിയ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കുവാനുള്ളത്. ചരിത്രത്തിലേറെ ശ്രദ്ധേയമായ ഒരു ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും. മഹാനായ റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റുസ്തമിന്റെ കൊട്ടാരത്തിലെത്തുകയാണ്. റുസ്തമിന്റെ കൊട്ടാരത്തിലെത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് മുസ്ലിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എന്ന് മഹാനായ റിബഈ ഇബ്നു ആമിർ പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അല്ലാഹു തഅസന ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു വമിൻ ളീഖി ദുനിയ ഇലാ സഅതിഹാ വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദലിൽ ഇസ്ലാം. അദ്ദേഹം പറഞ്ഞു, റുസ്തമിനോട്, ഒരു ക്രൂരനായ ഭരണാധികാരി മുസ്ലിം സമൂഹത്തെ ഇവിടുന്ന് നിഷ്കാസനം ചെയ്യണം, ഭൂതലത്തിൽ നിന്ന് പിഴുതെറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ധാർഷ്ട്യത്തോടുകൂടി എന്താണ് മുസ്ലിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ മഹാനായ റിബഈ ഇബ്നു ആമിർ പറയുന്നത്, അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് മനുഷ്യരെ ആരാധിച്ച് അധമരായി കഴിയുന്ന ഒരുപാട് ആളുകൾ എവിടെയുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടികളെ ആരാധിച്ച് അധമരായി കഴിയുന്ന ആളുകൾ, അവരെ അള്ളാഹുവിലേക്ക് ഉയർത്തുവാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് കൈപ്പിടിച്ചുയർത്താനാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അതുപോലെ മതങ്ങൾ തീർത്ത കുരുക്കുകൾ ഉണ്ട് ഇവിടെ. ആ കുരുക്കുകളിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കുവാൻ, അനീതിയുടെ കുരുക്കുകളിൽ നിന്ന് ഇസ്ലാം വിഭാവന ചെയ്യുന്ന നീതിയുടെ തലങ്ങളിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എന്ന് മഹാനായ റിബഈ ഇബ്നു ആമിർ പറയുന്നു. ചരിത്രത്തിലേറെ തിളങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണിത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രചോദനം നൽകുന്നത്. അതെ, മനുഷ്യരെ ആരാധിച്ച് അധമരായി തീർന്ന ജനവിഭാഗങ്ങളെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ഏറ്റവും വലിയൊരു പ്രവാചക ദൗത്യമാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് നിർവഹിക്കാനുള്ളത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചറിയുന്നു. ഏതൊരു കാലഘട്ടത്തിലും തൗഹീദിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവാചകചര്യയുടെ സവിശേഷതകൾ സമൂഹത്തിൽ വിശദീകരിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇന്ന് ലോകതലത്തിൽ തന്നെ ഇസ്ലാമിനെ എല്ലാ അർത്ഥത്തിലും തെറ്റായി ചിത്രീകരിക്കുവാൻ വേണ്ടി ഇസ്ലാം വിരുദ്ധ ശക്തികൾ പാടുപെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഈ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സലഫി ആദർശങ്ങളെ വികലമാക്കി അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ എന്താണ് യഥാർത്ഥ സലഫി ആദർശമെന്നും ഇസ്ലാഹ് എന്താണ് എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദൗത്യം എന്താണ് എന്നും എൻ്റെ യുവ സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ലോകം വല്ലാതെ മാറിയിരിക്കുന്നു. ഇസ്ലാം വിരുദ്ധ ശക്തികൾ അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമായ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ നിരന്തരമായി വെട്ടിമുറിക്കുവാനും പരിക്കേൽപ്പിക്കുവാനും പൊതുമധ്യത്തിൽ വികലമാക്കി ചിത്രീകരിക്കുവാനും പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആയുധമേത് എന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഇന്ന് നിസ്സംശയം ഉത്തരം പറയാൻ കഴിയും, അത് മീഡിയയാണ് എന്ന്. അണുആയുധങ്ങളെക്കാൾ ശക്തിയുള്ള, പ്രഹരശേഷിയുള്ള, മനുഷ്യരെ ചിത്രീകരിക്കാൻ കഴിയുന്ന, കൂട്ടായ്മകളെ തകർക്കാൻ കഴിയുന്ന, രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കാൻ കഴിയുന്ന ആയുധമേത് എന്ന് ചോദിച്ചാൽ അത് മീഡിയയാണ്. ആ മീഡിയയുടെ കരങ്ങൾ മുഴുവൻ ഇസ്ലാം വിരുദ്ധ ശക്തികളുടെ അടുക്കലാണ്. തെളിച്ചു പറഞ്ഞാൽ ജൂതവർഗങ്ങളാണ് ഇന്ന് ലോകത്തെ പ്രധാനപ്പെട്ട മീഡിയകളെയെല്ലാം തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം മീഡിയകളുടെ ഭീകരദംഷ്ട്രകൾ നമ്മുടെ മലയാള നാട്ടിലേക്ക് വരെ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നാം കാണേണ്ടതുണ്ട്. അറബ് ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന സംഭവഗതികൾ, സംഭവവികാസങ്ങൾ നിങ്ങൾ നിരന്തരം മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു പ്രദേശത്തെ മുഴുവൻ മോശമായി ചിത്രീകരിക്കുവാനുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അറബ് ഇസ്ലാമിക ലോകത്തിന്റെ അതിർത്തികളിൽ മാത്രം എന്തുകൊണ്ട് ചോര പൊടിയുന്നു? അറബ് ഇസ്ലാമിക ലോകത്തിന്റെ അതിർത്തികളിൽ മാത്രം എന്തുകൊണ്ട് ചോരയൊലിക്കുന്നു? അതൊരു ആദർശത്തിന്റെ കുഴപ്പമല്ലേ? അതൊരു ദർശനത്തിന്റെ കുഴപ്പമല്ലേ? അതൊരു വർഗത്തിന്റെ കുഴപ്പമല്ലേ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഇസ്ലാമിനെ പൊതു സമൂഹത്തിൽ ഇകഴ്ത്തുവാനും നിഷ്പക്ഷമതികളെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടി തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനുമാണ് ഇസ്ലാം വിരുദ്ധ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ന് ആരാണ് ഇസ്ലാമിനെ ഇന്ന് പ്രതിനിധീകരിക്കുന്നവർ? ഒരു മീഡിയ തുറന്നാൽ, ഒരു പത്രം തുറന്നാൽ
അതുപോലെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഇസ്ലാം എന്നാൽ അത് IS ആണ്, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർ എന്ന രൂപത്തിലാണ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ബോക്കോ ഹറാം, അല്ലെങ്കിൽ തെഹ്രീക്കെ താലിബാൻ, അല്ലെങ്കിൽ ജമാഅത്തുദ്ദഅവ, അല്ലെങ്കിൽ അൽ ഷബാബ്, ഇങ്ങനെ, അല്ലെങ്കിൽ ബ്രദർഹുഡ്, ഇങ്ങനെ ഒരുപാട് സായുധ സംഘങ്ങള്, പോക്കിരി സംഘങ്ങള്, അവരാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർ എന്ന രൂപത്തിലാണ് മീഡിയകൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെയുള്ള ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സാമ്രാജ്യത്വം ഓരോ ദിവസവും ഓരോരോ ഇരകളെ സൃഷ്ടിക്കുകയും അതുപോലെ ഓരോരോ സംഘങ്ങളെ സൃഷ്ടിക്കുകയും അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഭീകരരെ നിരന്തരമായി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അറബ് ഇസ്ലാമിക ലോകത്തെ ചിത്രീകരിക്കുവാൻ, ഇസ്ലാമിനെ ഇകഴ്ത്തുവാൻ അവരിൽ നിന്ന് തന്നെ വാടക ഗുണ്ടകളെ സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഇസ്ലാം വിരുദ്ധ ശക്തികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സാമ്രാജ്യത്വം നേരിട്ട് ഇടപെടുന്നതിനേക്കാൾ നല്ലത് ഇസ്ലാമിന്റെ പേരിൽ ഉറഞ്ഞു തുള്ളുന്ന ഇത്തരം സായുധ സംഘങ്ങളെ കാര്യമേൽപ്പിക്കുകയാണെങ്കിൽ തങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വേഗം കൃത്യം നിർവഹിക്കുവാൻ കഴിയുമെന്ന് സാമ്രാജ്യത്വം കണക്ക് കൂട്ടിയിട്ടുണ്ട്. അൽ ഖായിദയെ നിർമ്മിച്ചതാര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, അത് സാമ്രാജ്യത്വ ശക്തികളാണ്. ഇന്ന് IS-ന്റെ പിന്നിലുള്ളവരാരാ എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, അത് സാമ്രാജ്യത്വ ശക്തികളാണ്. എങ്ങനെയാണ് IS പോലുള്ള ഭീകര സംഘങ്ങൾക്ക് ഒരു പെട്ടെന്ന് ആയുധങ്ങൾ ലഭിക്കുന്നത്, ഒരു പ്രദേശത്തിന്റെ അധികാരം ലഭിക്കുന്നത്, എണ്ണക്കിണറുകളുടെ അധികാരം ലഭിക്കുന്നത്? വ്യക്തമായ സഹായത്തോടുകൂടി, സാമ്രാജ്യത്വ ശക്തികളുടെ വ്യക്തമായ പിന്തുണയോടുകൂടി മാത്രമേ ഇത്തരം ഏർപ്പാടുകൾ നടത്തുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സാമ്രാജ്യത്വ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളെയാണ്, രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളെയാണ്. നിങ്ങൾ അക്കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഏതേത് വാടക ഗുണ്ടകളുടെയും, അൽ ഖായിദയായാലും ബോക്കോ ഹറാമായാലും അൽ ഷബാബായാലും തെഹ്രീക്കെ താലിബാനായാലും ഇസ്ലാമിക് സ്റ്റേറ്റ് ആയാലും അവയുടെ ചരിത്രം നിങ്ങൾ പരിധി നോക്കുക. ആ ചരിത്രം നാം പരിധി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, ഇതിന്റെ വേരുകളെല്ലാം ചെന്നെത്തുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിലാണ്, രാഷ്ട്രീയ ഇസ്ലാമിലാണ്. ഹസനുൽ ബന്നയുടെയും സയ്യിദ് ഖുതുബിന്റെയും അതുപോലെ ഹുവൈബിയുടെയും അബ്ദുള്ള അസാമിന്റെയും ഐമൻ ലവാഹിരിയുടെയും അതുപോലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളുടെ ജീവിത ചരിത്രവും അവരുടെ പഠന ചരിത്രവും അവരുടെ ഇടപെടലുകളും സാമ്രാജ്യത്വ ശക്തികളുമായിട്ടുള്ള അവരുടെ അവിശുദ്ധമായ കൂട്ടുകെട്ടുകളും കൂടുതൽ നാം പരിശോധിക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകുകയാണ്. ഏത് കാലഘട്ടത്തിലും സാമ്രാജ്യത്വ ശക്തികൾ കളിപ്പാവകളായി ഉപയോഗിച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളാണ് എന്നുള്ളത് വളരെ വ്യക്തമായ വസ്തുതയാണ്. ഇഖ്വാനുൽ മുസ്ലിമൂന്റെ, ബ്രദർഹുഡിന്റെ ഏറ്റവും ബുദ്ധിജീവിയാണ്, ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ് യൂസുഫ് അൽ ഖറളാവി. ലോകത്ത് ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആശയാദർശങ്ങളുടെ വലിയ പ്രചാരകനും ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ധിഷണയുമായി വിശേഷിപ്പിക്കപ്പെടുന്ന യൂസുഫ് അൽ ഖറളാവിയുടെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയുണ്ടായി, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സായുധ സംഘത്തിന് ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അബൂബക്കർ ബഗ്ദാദി അദ്ദേഹം ഒരു ശുദ്ധ ഇഖ്വാനിയായിരുന്നു, ബ്രദർഹുഡിന്റെ പ്രവർത്തകനായിരുന്നു എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു. നമ്മൾ ഓരോരോ സായുധ സംഘങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്ന ആളുകളെ കുറിച്ച് നിങ്ങളൊന്ന് പഠനം നടത്തണം. ഇന്നത്തരം പഠനങ്ങൾ നടത്താൻ കൂടുതൽ നാം തെരഞ്ഞു പോവേണ്ടതില്ല. നമ്മുടെ വിരൽ തുമ്പുകൾ കൊണ്ട് തന്നെ നല്ല സോഴ്സുകളിൽ നിന്ന് നമുക്ക് അറിവുകൾ ലഭിക്കും. ഇത്തരം ആളുകളെല്ലാം തന്നെ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നേടിയിട്ടുള്ളത്, ആരുമായിട്ടായിരുന്നു ഇവരുടെയൊക്കെ ബന്ധം, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം, രാഷ്ട്രീയ ഇസ്ലാം എങ്ങനെയാണ് അറബ് ഇസ്ലാമിക ലോകത്തെ ചിത്രീകരിച്ചത്, അറബ് ഇസ്ലാമിക ലോകത്ത് എങ്ങനെയാണ് ചോരയൊഴുക്കിയത് എന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയും. വിശദമായി പറയേണ്ട ഒരു വേദിയല്ല, വിശദമായി പറയണമെന്നുമില്ല. ബുദ്ധിയുള്ള ചെറുപ്പക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങളുടെ അന്വേഷണങ്ങൾ, നിങ്ങളുടെ പഠനങ്ങൾ ആ വഴിക്ക് തിരിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, സലഫി ആദർശത്തെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഏത് കാലഘട്ടത്തിലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ഇടപെട്ടിട്ടുണ്ട്. സൗദി അറേബ്യയിലായാലും മറ്റു ഏത് രാജ്യങ്ങളിലായാലും യഥാർത്ഥ സലഫി ആദർശത്തെ വികലമാക്കുവാനും അതിനെ തിരിച്ചുവിടുവാനും വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ
യൂണിവേഴ്സിറ്റികളെയും അതുപോലെ പ്രബോധന മാർഗങ്ങളെയും വിദ്യാഭ്യാസ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും എല്ലാം തന്നെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അതിന്റെ നഗ്നമായ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഞാനിത് പറയുവാനുള്ള കാരണം, ലോകത്ത് എന്ത് സംഭവിച്ചാലും, അറബ് ഇസ്ലാമിക ലോകത്ത് എന്ത് ചലനങ്ങൾ ഉണ്ടായാലും അതിന്റെ എല്ലാം പ്രതിഫലനങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് തൊഴിൽ മേഖലയിലുള്ള മാന്യം മാത്രമല്ല, സാമ്പത്തിക രംഗത്തുള്ള മാന്യം മാത്രമല്ല, ആ അറബ് ഇസ്ലാമിക ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മത, സാമൂഹിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം തന്നെ നമ്മുടെ നാടിനെയും പെട്ടെന്ന് ബാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത്തരം രാജ്യങ്ങളുമായിട്ടുള്ള നിരന്തരമായ ബന്ധങ്ങള്, പഠിക്കാൻ പോകുന്നവര്, അതുപോലുള്ള അവിടുത്തെ ആളുകളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നവര്, അങ്ങനെയെല്ലാം തന്നെ അവിടെയുള്ള സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, മതമേഖലകളിലുള്ള പ്രശ്നങ്ങള്, അതുപോലെ പ്രയാസങ്ങള്, ചർച്ചകള് എല്ലാം തന്നെ നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരുന്നു. അത്തരം ചർച്ചകള് പലപ്പോഴും നമ്മുടെ നാടുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് പലരും അതിന്റെ പിന്നാലെ കൂടിക്കൊണ്ട്, ലക്ഷ്യം മറന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കുവാൻ അത്തരം ചർച്ചകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് നാം കടക്കുന്നില്ല. ഞാൻ പറയുന്നത്, അത്തരം കുത്തൊഴുക്കുകൾ ഉണ്ടാകുമ്പോ, പ്രവാഹമുണ്ടാകുമ്പോ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാട് എന്ത് എന്ന് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുവാൻ എൻ്റെ കുട്ടികൾക്ക് സാധിക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം അത്തരം രംഗങ്ങളിലെല്ലാം സ്വീകരിക്കുന്ന നിലപാടെന്താണ്? ആഗോള ഭീകരതയുടെ വേരുകളെ സംബന്ധിച്ച് പരതുമ്പോ, ആഗോള ഭീകരതയുടെ ഓരോരോ അപകടങ്ങളെ കുറിച്ച് ദിനേന എന്നോട് നമ്മൾ കേൾക്കുമ്പോ, അത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിക്കുന്ന നിലപാടെന്താണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചവരോട് പ്രതികാരത്തിലൂടെ പകരം വീട്ടുവാൻ വേണ്ടി ശ്രമിച്ച ഒരു രംഗമുണ്ടായി, നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്ന വ്യാജേന പ്രതികാരത്തിന്റെ മാർഗം, തോക്കിന്റെ മാർഗം, ആയുധത്തിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പൊതുസമൂഹത്തിൽ ഇകഴ്ത്തുവാനുള്ള ശ്രമങ്ങളുണ്ടായി. അത്തരം സന്ദർഭങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച നിലപാടെന്ത് എന്ന് എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കേരളക്കരയില് മുജാഹിദ് പ്രസ്ഥാനമാണ് ഈ വിഷയത്തിൽ ഏറെ വിവേകത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ISM കഴിഞ്ഞ 2 മാസമായിക്കൊണ്ട് പ്രധാന പട്ടണങ്ങളിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. നബിദിനയ്ക്ക് പ്രതികാരമല്ല പ്രതിവിധി. അത് വിവേകത്തോടുകൂടി ഇടപെടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ മാനവിക പാഠങ്ങള്, ഇസ്ലാമിന്റെ മാനവിക പാഠങ്ങള് ജീവിതത്തിലൂടെ പ്രസരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ തെറ്റിദ്ധാരണയകറ്റുവാനും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകളിലേക്ക് ഇക്കാര്യങ്ങൾ എത്തിക്കുവാനും വിവേകത്തോടുകൂടി മുസ്ലിം സമൂഹം മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അത് ഇസ്ലാമിക സമൂഹത്തിന് തീരാനഷ്ടമായിരിക്കുമെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം കേരളക്കരയിൽ കഴിഞ്ഞ 2 കാലമായി നിരന്തരമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുന്നത്, ഏതേതു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ ശക്തമായി ഇടപെടുവാനും അതിൽ യുക്തിപൂർവമായ പ്രമാണബദ്ധമായ നയനിലപാടുകൾ പറയുവാനും മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രതിബദ്ധതയുള്ളത് വിശുദ്ധ ഖുർആനിനോടാണ്. അത് സ്നേഹം കാണിക്കുന്നത് പ്രവാചകചര്യയോടാണ്. ആ വിശുദ്ധ ഖുർആനിനോടും പ്രവാചകചര്യയോടും പ്രതിബദ്ധത കാണിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ആ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം എന്ത് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ് അവതീർണമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. റിസാലത്തിന്റെയും തൗഹീദിന്റെയും റിസാലത്തിന്റെയും ആഖിറത്തിന്റെയും സന്ദേശം ഈ സമൂഹത്തിൽ പ്രസരിപ്പിക്കേണ്ടതിന്റെ അത് ഉൾക്കൊള്ളേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ പ്രവാചകന്റെ ചര്യയുടെ സവിശേഷതയും സൗന്ദര്യവും മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ജീവിതം എന്ത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. വിശ്വാസ രംഗത്ത്, കർമ്മരംഗത്ത്, ഇടപെടലുകളിൽ, സ്വഭാവങ്ങളിൽ പ്രവാചകൻ പുലർത്തിയ അനന്യമായ മാതൃക എന്ത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ യുക്തിപരമായി, വളരെ വിവേകത്തോടുകൂടി ഇടപെടുവാൻ കഴിയുന്നത്. വികാരം ഒരിക്കലും ഇതിന്റെ ശൈലിയല്ല. വികാരം കൊണ്ട് ഉറഞ്ഞുതുള്ളുന്ന ജനവിഭാഗത്തോട് മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് വികാരം പരിഹാരമല്ല. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കള്, നമ്മുടെ ആദർശത്തിന്റെ ശത്രുക്കള് നമ്മിൽ നിന്ന് നിരന്തരമായി കൊതിച്ചുകൊണ്ടിരിക്കുന്നത്
നമ്മുടെ അവിവേകമാണ്, നമ്മിലുള്ള വികാരമാണ്. അങ്ങനെയുള്ള വികാര ജീവികള്, അവിവേകത്തിന്റെ വക്താക്കള് ഈ പ്രസ്ഥാനത്തിൽ വളർന്നു വരുമ്പോഴാണ് ശത്രുക്കൾക്ക് അവരുടെ ലക്ഷ്യം നേടുവാൻ കഴിയുക. പൂർവികരായ പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഞാൻ പറഞ്ഞു, മക്തിത്തങ്ങള്, KM മൗലവി, വക്കം മൗലവി തുടങ്ങിയ മഹാരഥന്മാരായ ആളുകള് വിവേകത്തിന്റെ, അറിവിന്റെ, വിജ്ഞാനത്തിന്റെ, സൽസ്വഭാവത്തിന്റെ നിറകുടങ്ങളായിരുന്നു. അവർ മതപരമായ കാര്യങ്ങളിൽ നിഷ്ഠ പാലിച്ചു. മതപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചക്കും അവർ തയ്യാറായില്ല. എന്നാൽ അവർ ഒരിക്കലും പൊതുസമൂഹത്തിൽ നിന്ന് ഒളിച്ച് ജീവിച്ചവരായിരുന്നില്ല. ഒരടഞ്ഞ സമൂഹമായിരുന്നില്ല. ഒരു ദ്വീപ് സമൂഹമായി എവിടെയെങ്കിലും പാർക്കുന്നവരായിരുന്നില്ല. പച്ച മനുഷ്യരോടൊപ്പം ജീവിച്ചു, മനുഷ്യരോടൊപ്പം ഇടപെട്ടു. അവരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കി, അവരുടെ വേദനകളും വിഷമങ്ങളും അറിഞ്ഞു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുനബിയുടെ ചര്യയും ആ സമൂഹത്തിന് കൽപ്പിച്ചു കൊടുത്തു. ക്ഷമയുടെയും സഹനത്തിന്റെയും പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ പച്ച മനുഷ്യരോടൊപ്പം ജീവിച്ച മഹാരഥന്മാരാണ് ഏത് കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സമൂഹത്തിന്റെ ഇളക്കങ്ങൾ, സമൂഹത്തിന്റെ അനക്കങ്ങൾ മനസ്സിലാക്കുവാനും ലോകതലത്തിൽ തന്നെയുള്ള ചലനങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാനും മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, KM മൗലവിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. അക്കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലെ രാജാവിന് KM മൗലവി സ്വന്തം കൈപ്പടയിൽ കത്തെഴുതുകയാണ്. എന്ത്? ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്, ചില നസീഹത്തുകൾ നൽകിക്കൊണ്ട്. ആ കാലഘട്ടത്തിൽ പോലും അറബ് ഇസ്ലാമിക ലോകം നന്മയിലേക്ക് വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കത്തെഴുതിയ മഹാന്മാരുടെ പിൻതലമുറയാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ അറബ് ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന ഏതേതു ചലനങ്ങളെയും വിവേകത്തോടുകൂടി മനസ്സിലാക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ധാരാളം പണ്ഡിതന്മാര്, നേതാക്കന്മാരൊക്കെ നിങ്ങളോട് വിഷയകമായി സംവദിക്കും. എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, വിശുദ്ധ ഖുർആനിന്റെയും തിരുനബിയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിൽ ധീരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ, ഇസ്ലാഹി പ്രസ്ഥാനത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ അതിന്റെ എതിരാളികൾ ഉയർത്തുന്ന വാദങ്ങള്, എതിരാളികൾ ഉയർത്തുന്ന ആരോപണങ്ങള്, അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് നിരന്തരമായി അന്വേഷിക്കുകയും പഠിക്കുകയും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് അത്ഭുതകരമായ ഒരു വിസ്മയാവഹമായ ഒരു മഹാപ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്കപ്പോൾ ബോധ്യമാകുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. തീർച്ചയായും ഈ കൂട്ടായ്മ ഏറ്റവും നല്ലൊരു കൂട്ടായ്മയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.